ശ്രീ മോൻസ് ജോസഫ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, കടുത്തുരുത്തി മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ചില റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്ത വിധത്തിൽ തകർന്നു കിടക്കുന്ന സാഹചര്യം ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയത്തിലൂടെ കൊണ്ടുവന്നതാണ്. സർ, ഇതുവരെ അതിന് പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. സർ, കോട്ടയം എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കടുത്തുരുത്തി പിറവം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കടുത്തുരുത്തി മുതൽ 603 ജംഗ്ഷൻ വരെ വാട്ടർ അതോറിറ്റിക്ക് പൈപ്പ് ഇടാൻ വേണ്ടി കൊടുത്തതാണ്. സർ, 3 വർഷമായി വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ 6 മാസം മുമ്പാണ് പൂർത്തിയാവുന്നത്. പൂർത്തിയായ ഉടൻ തന്നെ വാട്ടർ അതോറിറ്റിയുടെ PWDയുടെ ഭാഗത്തു നിന്നുള്ള ഫണ്ടും വാട്ടർ അതോറിറ്റി റോഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അടച്ച ഫണ്ടും ചേർത്ത് സംയുക്തമായി ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. സർ, 6 മാസമായി ഇതുമായി ബന്ധം 2,67,00,000 രൂപയുടെ ഫയൽ PWDയിൽ ഇരിക്കുകയാണ്. PWD ഒരു സാങ്ഷന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. PWD അത് പരിശോധിച്ച ശേഷം ഇപ്പോൾ ധനകാര്യ വകുപ്പിലേക്ക് വിട്ടു. ധനകാര്യ വകുപ്പിൽ വീണ്ടും അത് 1 മാസമായിട്ടിരിക്കുകയാണ്. സാർ, ഇത് ജനങ്ങൾ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചെന്ന് ആകെ പ്രയാസത്തിലാണ്. അവിടെ ഇപ്പോൾ മനുഷ്യച്ചങ്ങല വരെ നാട്ടുകാർ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് സമരരംഗത്ത് നാട്ടുകാർ രംഗത്ത് വരുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. സാർ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഈ റോഡിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് കടുത്തുരുത്തി പിറവം റോഡിൽ വാട്ടർ അതോറിറ്റി അടച്ച പണത്തിനുള്ള AS തരുന്നതിനുള്ള ഒരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, ഈ റോഡിന്റെ തുടർച്ച ഞാനിപ്പോൾ പെട്ടെന്ന് നിർത്താം. സാർ, ഈ റോഡിന്റെ തുടർച്ച അനൂപ് ജയ്ക്ക് കഴിഞ്ഞ 2 സഭയ്ക്ക് മുമ്പ് ഇവിടെ അവതരിപ്പിച്ചതാണ്. കടുത്തുരുത്തി പിറവം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പിറവം പെരുവാമൂഴി റോഡ്, അതും അതിന്റെ ആ പണി വർക്ക് മുടങ്ങിപ്പോയി. വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ്. ആ പുനരാരംഭിക്കാനുള്ള എസ്റ്റിമേറ്റോ നടപടികളോ ഉണ്ടായിട്ടില്ല. സർ, ഒരു വാക്കുകൂടി, കടുത്തുരുത്തി മണ്ഡലത്തിൽപ്പെട്ട വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടാൻ വേണ്ടി കൊടുത്ത അടുത്ത റോഡാണ് കീഴൂർ അറുന്നൂറ്റുമംഗലം നീടൂർ റോഡ്. സർ, ഗവൺമെന്റിന്റെ സാങ്ഷന് വേണ്ടി 4 പ്രാവശ്യം ടെൻഡർ ചെയ്ത് ആരും എടുത്തില്ല. 5ാമത്തെ പ്രാവശ്യം ടെൻഡർ ചെയ്തത് ഇപ്പോൾ ഗവൺമെന്റിന്റെ അനുമതിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. സർ, ഇത് 3 വർഷമായി തകർന്നു കിടക്കുകയാണ്. സർ, അങ്ങ് ഇപ്പോൾ പ്രത്യേകമായി കാര്യങ്ങൾ പരിശോധിക്കണം. കടുത്തുരുത്തി വൈക്കം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് മുട്ടിച്ചിറ, വാലാച്ചിറ, എഴുമാന്തുരത്ത്, വെള്ളൂർ, മുളക്കുളത്ത് വരുന്ന റോഡ്. സർ, ആ വർക്ക് മുടങ്ങി കിടക്കുകയാണ്. ഇത് പുനരാരംഭിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും വേഗത്തിൽ കടക്കാൻ കഴിയുന്നില്ല. ഭരണതലത്തിൽ നടക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി, ഞാൻ പറയും 3 MLA എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, ഇത് വളരെ വിശദമായ മറുപടിയാണ്, ഒക്കെ പറയുന്നില്ല. ഇത് ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ VN വാസവനും അതുപോലെ തന്നെ ശ്രീ റോഷി അഗസ്റ്റിനും ഉൾപ്പെടെ ഇടപെട്ടാണ്. ഞങ്ങൾ 3 പേരും ഒരിക്കലും ഇരുന്നിരുന്നു ഈ വിഷയത്തിന്. വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തിൽ പരിഹരിക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടപെട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ കടുത്തുരുത്തി നിരത്ത് വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്ന പിറവം കടുത്തുരുത്തി റോഡിൽ ചെയിനേജ് 10 മുതൽ 14 കിലോമീറ്റർ അതുവരെ BC ഓവർലേ പ്രവൃത്തിക്ക് SF ഉൾപ്പെടുത്തി 299 ലക്ഷം രൂപക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അത് കരാർ കമ്പനിക്ക് കൈമാറി. എന്നാൽ വാട്ടർ അതോറിറ്റി JM പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പ് ഇടുന്നതിന് ഉള്ള ചില വിഷയങ്ങളാണ്. അത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും കൂടി ഇടപെട്ടാണ്. അദ്ദേഹത്തിന് അത് കൃത്യമായി അറിയുന്നതാണ്. മന്ത്രി ശ്രീ VN വാസവനും ഇതിൽ തുടർച്ചയായി ഇടപെട്ടിട്ടുണ്ട്. പരിഹരിക്കാനുള്ള എല്ലാ ഇടപെടലും നമുക്ക് കൂട്ടായി നടത്താം. എന്നാൽ ഇത്തരത്തിലൊരു സമീപനം ബഹുമാനപ്പെട്ട അങ്ങയുടെ നേതൃത്വത്തിലുള്ള CMT കടുത്തുരുത്തി MLA ചെയർമാനായ CMT മീറ്റിങ്ങുകളിൽ നിർദ്ദേശം വരുന്നിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് ശബരിമല പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പായി JMM പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന നിബന്ധനയോടെ വാട്ടർ അതോറിറ്റിക്ക് കട്ടിംഗ് അനുമതി നൽകിയിട്ടുള്ളത്. അത് പരിഹരിച്ചു പോകാൻ ഞങ്ങൾ കൂട്ടായി തന്നെ ഇടപെടുന്നുണ്ട്.